ഹായ്, ഇത് നമ്മളെ ഷോപ്പില് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അറിയാലോ, ഇടക്കിടക്ക് സന്തോഷം ആഘോഷമാണ്, വേറൊന്നല്ല. കുറെ ആളുടെ അപ്പോൾ ഓരോരാൾ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കൽ ആഘോഷമാണ് നമ്മളെ പരിപാടി. അപ്പൊ ഇന്ന് ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല, ആരെന്താ അറിയാവോ? അതായത് ഇതൊന്നുമല്ല, നമ്മളെ കൂട്ടത്തില് ഏറ്റവും ഇളയ ഒരാളുടെ ഇതാണ് അപ്പൂട്ടൻ. അധികം വീഡിയോയിൽ നിന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. ഷബീറിന്റെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിത് പുതിയൊരാളുണ്ട്, അനൂപേട്ടൻ. പിന്നെ ഉള്ളത് പിന്നെ വിജേഷിനെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു. ഇത് കോഴിക്കോടുള്ള പെരിയ ഗുണ്ടൈ. ഒന്ന് നോക്ക്. മുന്നേ ഒരിക്കൽ നമ്മളെ വീഡിയോയില് കെണിഞ്ഞു പോയി കേട്ടോ. അതിനുശേഷം നമ്മളോട് ഒരുപാട് ആള് ചോദിച്ചു ഇതെങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചിട്ടല്ലേ. ചോദിച്ചിനാ? ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര നാണാണേ. അപ്പൊ നമ്മളെ അപ്പൂട്ടന്റെ ഫുൾ പേര് അപ്പൂട്ടന്റെ ഒറിജിനൽ പേര് അപർണതാണ്. അപ്പൂട്ടന്റെ ഒറിജിനൽ പേര് ഞാൻ വിളിച്ചിപ്പോ എനിക്കത് ഓർമ്മയുള്ളേ. അപ്പൊ നമ്മള് നല്ലൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞെനിക്ക് അപ്പൂട്ടനല്ലേ. അപ്പൊ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. അപ്പൊ അപ്പൂട്ടന്റെ ബർത്ത്ഡേ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ആഘോഷമില്ലാന്നാണ് അപ്പൂട്ടൻ പറഞ്ഞേ. എപ്പോഴും സ്കൂളിൽ ലീവാണല്ലേ, വീട്ടിൽ തന്നെയാണ്. അച്ഛനും അമ്മയും വീട്ടിലുള്ള. അപ്പം ഇവര് മാത്രമാണ് ആഘോഷിക്കില്ല. കേക്ക് വാങ്ങേണ്ട നേരം ബർത്ത്ഡേക്ക് കേക്ക് ഒന്നും വാങ്ങല്ല. അച്ഛനും അമ്മയും മോളും കൂടിയിട്ട് എന്നാ പായസം പായസാക്കും. ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ആഘോഷമാണ്. അപ്പൊ നമ്മളെ ജീസസ് ഫാമിലി കൂടിയ ശേഷം നമ്മളെ ബർത്ത്ഡേ നമ്മള് അല്ലെ ഷബീറ ഗംഭീരമാക്കിട്ട് ആഘോഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് കേക്ക് ആക്കിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ ഷബീറ? വേറെ അപ്പൂട്ടന്റെ ഡാൻസ്, പിന്നെ ചെറിയൊരു പാട്ട്. ഓക്കെ, പേടിക്കണ്ടപ്പാ. അപ്പൂട്ടന് വേണ്ടിട്ട് ഷബീർക്ക ഡാൻസും പാട്ടും ഒക്കെ അല്ല ഷബീറ, കൈകുട്ടി കളി പാട്ട് നല്ല സെറ്റാക്കാൻ കഴിക്കുന്നത്. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ഷൈനി, പിന്നെ ഇവരെ അറിയായിരിക്കും ഭാവന, പിന്നെ നമ്മളെ പുതിയ ആളെ പേരെന്താണ് വീണ അല്ല രേഖ, പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഷോപ്പിലെ പുതിയ ആൾക്കാരെ അധികം ആൾക്കാരെ അറിയില്ല. പിന്നെ എല്ലാവരും വീഡിയോയിൽ നിൽക്കില്ലല്ലേ, എല്ലാവർക്കും അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർ ഷബീറും നമ്മളെ വിജേഷും, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുടെ. ശാലിനിയും അല്ല, ശാലിനി അശ്വതി ഒന്ന് ലീവാണ്. അങ്ങനെ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർ കുറച്ച് കുറവാണ്. ബാക്കി എല്ലാവരും ക്യാമറക്ക് പുറകിലുള്ള അണിയറ പ്രവർത്തകരാണ് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് കേക്ക് കുറിച്ചൂടെ ശാലിനി? രാവിലെ വാങ്ങിന ഇന്ന് വൈകുന്നേരം വരെ തിരക്കാന്നല്ലേ ശാലിനി? ഇപ്പൊ കസ്റ്റമർ അതിലൊന്നും മുറിച്ചു വന്നേ. ഒന്നാ പിന്നെ കട്ടിയല്ലേ വൈകുണ്ടല്ലോ ഷബീറ? ബാബാ എന്നാ എല്ലാരും അപ്പോ എല്ലാരും ഓരോ മൂലക്കാവുള്ള ഓരോന്നിനെ വിളിച്ചു വെച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തൊക്കെയുള്ള രണ്ടാൾ പുറത്ത് വരുന്നു അല്ലേ? രണ്ടാളോ മൂന്നാളോ പുറത്തുള്ള? മൂന്നാള് പുറത്ത് വരുന്നുള്ള. അപ്പൊ അവരും വരണം. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. നിങ്ങളല്ലേ കാത്തിക്കുന്ന? അത്ര സമയം കാത്തിക്കുന്നത്. അപ്പൊ കുറെ സമയം നമ്മള് അക്ഷയന് ഇങ്ങനെ കാത്തിക്കുന്ന ക്യാമറേന്റെ മുമ്പിലൊക്കെ ഇത്രയും നാളുള്ള ഒരു കുട്ടി നമ്മറിയാം നടന്നറിയാ നടന്നറിയില്ല എന്താണ് വലിയ ആളായേ. പക്ഷെ ആള് കുഞ്ഞാതിപ്പം കേട്ടാ. ഇക്രൂന്ന പേരിട്ട് അതേപോലെ തന്നെ ഇക്രൂന്റെ കളി. ഇക്രു ഇതാണ് മാറുന്നില്ല. ഇപ്പൊ കുഞ്ഞു ഭാവി ഇക്രു. പിന്നെ നമ്മളെ പരിചയപ്പെടുന്നതോടെ ഇത് റാസ്പുഡിൻ വലിയ ക്യാമറമാനാണ്. പക്ഷെ എങ്ങനെ ക്യാമറ എടുത്തിട്ട് നമ്മളെ ക്യാമറ വൃത്തിയുണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എല്ലാരും അങ്ങോട്ട് അടുപ്പിച്ചോ. എന്നെ കൊണ്ടിത്രയ്ക്ക് സാധിക്കും. അവിടെ ക്യൂട്ട് സ്മൈൽ. അപ്പോൾ നമ്മളെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടാ. കസ്റ്റമർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റി. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കേട്ടാ. എല്ലാവരും നല്ല ഹാപ്പിയാന്നേ. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി കേട്ടാ. ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. സംഗതി ആകെ ചീറ്റി. വേറൊന്നല്ല, ബർത്ത്ഡേക്ക് ശ്രുതിനെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടാ. ശ്രുതി തൊട്ട സലൂണിൽ തന്നെ ഉണ്ടായിനി. പക്ഷേങ്കിൽ ഞാൻ മറന്നുപോയി കേട്ടാ. നമ്മളെ കേക്ക് അലീന്നായിട്ടുണ്ടല്ലോ, ശ്രുതിൻ്റെ ഫ്രീസറിലാണ് ഇവിടെ കൊണ്ടുവച്ച്. സലൂണിലല്ലേ ഫ്രീസറിലുള്ളൂ. ഇവിടെ കൊണ്ടുവച്ച് തിരിച്ച് അവിടെ കൊണ്ടുവച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതി വിചാരിച്ച് എന്തായാലും വിളിക്കുന്നത്. അതുപോലെ ശ്രുതിൻ്റെ സ്റ്റാഫെല്ലാം വിചാരിച്ച് വൈജോട്ട് എന്തായാലും വിളിക്കുമെന്ന് വെച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തേ.
അവസാനം ഞാൻ വിളിക്കാൻ മറന്നുപോയി. ശ്രുതിയാകെ നാണം കെട്ടിതാ ദേഷ്യം പിടിച്ചൊരു വല്ലാത്ത കോലത്തിലേ ഉള്ള കേട്ടാ. അവസാനം ഞാൻ ചെയ്തു പറഞ്ഞത്, വാ ശ്രുതി നമുക്ക് പോകുമ്പോൾ കേക്ക് വാങ്ങാം, വീട്ടിൽ നിന്ന് കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞങ്ങനെ ശ്രുതിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അതിതാ കൂട്ടിക്കൊണ്ടുവരുന്ന കേട്ടാ. ശ്രുതിൻ്റെ സലൂണിൽ ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിലല്ല എന്നെ വിളിക്കലുണ്ടേ. പക്ഷെ നമ്മളെ ജ്വല്ലറിയിലും എല്ലാവരും ബർത്ത്ഡേക്ക് ഞാൻ വിളിക്കലുണ്ട്. പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ശരിക്കും മറന്നു കേട്ടോ. എന്തായാലും എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഇതാ നമ്മൾ ബേക്കറിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടേ. പിന്നെ കേക്ക് മാത്രമല്ല ഞാൻ ഫ്രൈഡ് ചിക്കനും വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇവളെ പുറത്തേക്ക് കൂട്ടിയാട്ടാ. അപ്പോൾ നമ്മൾ കേക്ക് സെലക്ട് ചെയ്തേ. കേക്കിൻ്റെ മുകളിൽ എന്താ എഴുതേണ്ടത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശ്രുതിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഓർമ്മല്ല, അമ്മേൻ്റെയും ജാൻജുട്ടിൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. പക്ഷേ ആ ദിവസം നമ്മൾ ടൂറായിരുന്നു. അപ്പോൾ ടൂർ പോയ സ്ഥലത്ത് നിന്നാണ് നമ്മൾ കേക്ക് കിട്ടിയത്. അതുകൊണ്ട് അമ്മ ഉണ്ടായിട്ടില്ല. അപ്പോൾ ശ്രുതി പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മേൻ്റെ അപ്പുറം കേക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കേക്കിൻ്റെ മുകളിൽ പേരെല്ലാം ശ്രുതി തന്നെ എഴുതി കേട്ടോ. അവിടെ എഴുതാൻ ആളുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കേക്കും വാങ്ങിയതാ വീട്ടിലെത്തി. മക്കളെ പുന്നാര അമ്മമ്മയും കൂടിയിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്ത കേട്ടോ. എന്തായാലും അമ്മക്ക് ഭയങ്കര സന്തോഷമായി. കേക്ക് കണ്ടപ്പോൾ ശ്രുതിക്കും സന്തോഷമായി. എന്തായാലും ശ്രുതിക്ക് ഒരു കഷ്ണം കേക്ക് തിന്നണമെന്നേ ഉള്ളൂ. ഇതാ ആ പ്രശ്നം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തിന്ന് തീർത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിലെ ആഘോഷം വലിയ വിപ്ലവമാകേണ്ട കാര്യമാണ്. പക്ഷേങ്കിൽ ഞാൻ വിദഗ്ധമായി സോപ്പിട്ട് ആ വിപ്ലവം ഈ രീതിയിൽ ഒതുക്കി തീർത്തിട്ടുണ്ടേ.